നമസ്കാരം. ഡീപ് ഫോക്കസിലേക്ക് സ്വാഗതം. PSC പരീക്ഷാ സമ്പ്രദായം ഉടച്ചു വാർക്കണോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇന്ന് ഉന്നയിച്ച ഒരു വിഷയമാണ് ഇന്ന് ഡീപ് ഫോക്കസ് ചർച്ചയ്ക്കെടുക്കുന്നത്. എന്താണ് നിലവിലെ PSC പരീക്ഷാ സമ്പ്രദായത്തിലെ അപര്യാപ്തത? ഈ വിഷയം ചർച്ച ചെയ്യാൻ സജിത് കുമാർ, റാങ്ക് ഹോൾഡേഴ്സിന്റെ അസോസിയേഷൻ, HSST റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് സജിത് കുമാർ കോഴിക്കോട് സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ചേരുന്നു. ഒപ്പം തന്നെ PSC മുൻ ചെയർമാൻ M ഗംഗാധരകുറുപ്പ് കൊല്ലം സ്റ്റുഡിയോയിലും ചേരും. ആദ്യം റിപ്പോർട്ടിലേക്ക്. പരീക്ഷകൾ ഓർമ്മശക്തി പരീക്ഷിക്കാനുള്ളതാകരുതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോച്ചിംഗ് സെന്ററുകളിൽ നിന്നും മനഃപ്പാഠമാക്കി PSC പരീക്ഷ എഴുതി ഉയർന്ന റാങ്ക് വാങ്ങിയാണ് പലരും സർവീസിൽ കയറുന്നത്. ഉദ്യോഗാർത്ഥി സൗഹൃദപരമാണ് എന്ന് ഉറപ്പുവരുത്താൻ PSCക്ക് കഴിയണം. സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലെങ്കിൽ ജോലിയിൽ യാന്ത്രികത അനുഭവപ്പെടും. പരീക്ഷകള് ഓർമ്മശക്തിയെ പരീക്ഷിക്കാനുള്ളത് മാത്രമാകരുത്, നാടിനോടും സമൂഹത്തോടും പ്രതിബദ്ധത അളക്കാനുള്ള ഒന്നുകൂടിയായി മാറും. അപ്പൊ അത്തരത്തിലൊരു ഉടച്ചുവാർക്കൽ പരീക്ഷാ സമ്പ്രദായത്തിൽ ആവശ്യമല്ലേ എന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. മലയാള ഭാഷാ പ്രാവീണ്യം പരിശോധിക്കാൻ PSCക്കാകണം. ഭാഷാ പ്രാവീണ്യം കൂടി നോക്കി വേണം മാർക്ക് നൽകാൻ. കൊടുക്കുന്ന മാർക്കില് ഭാഷാ പരിജ്ഞാനമുണ്ടോ എന്ന് നോക്കി ഒരു ഭാഗം മാർക്ക് കൂടി ഇട്ടുകൂടെ? ഇപ്പൊ 80 മാർക്കാണെങ്കിൽ അതിൽ 10 മാർക്കെങ്കിലും മലയാളം അറിയാമോ എന്ന് നോക്കുന്ന തരത്തിലായാൽ എന്താണ് തകരാറ്? ഉദ്യോഗാർത്ഥികൾക്ക് കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തെക്കുറിച്ച് അറിയണമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള PSC എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. മീഡിയ 1 തിരുവനന്തപുരം. M ഗംഗാധരകുറുപ്പ് കൊല്ലം സ്റ്റുഡിയോയിൽ, ഒപ്പം തന്നെ സജിത് കുമാർ കോഴിക്കോട് സ്റ്റുഡിയോയിൽ. ശ്രീ സജിത് കുമാർ, പൊതുവെ റാങ്ക് ഹോൾഡേഴ്സും ഇതേ പരാതികൾ ഉന്നയിക്കാറുണ്ടോ? സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സർവീസ് ഉണ്ടാക്കിയെടുക്കുക, സെൽഫ് സർവീസ് ഉണ്ടാക്കിയെടുക്കുക, അതോടൊപ്പം തന്നെ നിലവിലെ പരീക്ഷാ സമ്പ്രദായങ്ങളിലെ യാന്ത്രികത മാറ്റിയെടുത്തുകൊണ്ട് എഫിഷ്യൻ്റായ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടം ഉദ്യോഗസ്ഥരെ സൃഷ്ടിച്ചെടുക്കുക, അതിന് അപര്യാപ്തമായ ഒരു സിലബസ് സംവിധാനമാണോ നിലനിൽക്കുന്നത്? തീർച്ചയായും മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. 1960കളിൽ നിലനിൽക്കുന്ന പരീക്ഷാ സമ്പ്രദായമാണ് ഇപ്പോഴും PSC പിന്തുടരുന്നത്. 90കളിൽ സമഗ്രമായ മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത്തരത്തിലുള്ളൊരു പരീക്ഷാ സമ്പ്രദായം PSC കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ പരീക്ഷകൾ കഴിവുള്ള ആളുകളെ എങ്ങനെ പുറത്താക്കാം എന്നുള്ളതാണ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഈ രീതിയിലുള്ള ഒരു തീരുമാനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സ്വാഭാവികമായും ബ്യൂറോക്രസിക്കകത്തുള്ള അഴിമതിവൽക്കരണത്തിനും സേവന താല്പര്യമില്ലായ്മയ്ക്കുമാണ് ഇടയാക്കുക എന്നുള്ളത് വളരെ വ്യക്തമാണ്. ശ്രീ ഗംഗാധരകുറുപ്പ്, നിലവിലെ പരീക്ഷാ സമ്പ്രദായം ഉടച്ചു വാർക്കണമെന്ന ആവശ്യം കുറെ കാലമായി വന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ചില ഗൈഡുകളെ മാത്രം പിൻപറ്റുന്ന ചോദ്യരീതി, കോച്ചിങ് സെന്ററുകളെ മാത്രം ആശ്രയിക്കുന്ന പരിശീലന സമ്പ്രദായങ്ങൾ, ഇങ്ങനെയൊക്കെയാണോ PSCക്ക് ആളുകളെ തയ്യാറെടുപ്പിക്കേണ്ടത്? ആ രീതിയിലുള്ള സിലബസ് ആണോ ഇതിനായി തയ്യാറെടുക്കേണ്ടത് എന്ന ചോദ്യം വളരെ പ്രസക്തമായി ഉയർത്തപ്പെടുക തന്നെയാണ്. ഇത് മുഖ്യമന്ത്രി തന്നെ ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ അത് പരിഹാരത്തിനുള്ള ഒരു സാധ്യത കൂടി അവിടെ ഉണ്ടാവുന്നുണ്ടോ? ഏത് രംഗത്തും കാലോചിതമായ ശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ ഉണ്ടാകണം. അവ ഗവൺമെന്റ് സർവീസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സിവിൽ സർവീസിലേക്ക് ഏറ്റവും അനുയോജ്യരായ ആളുകളെ സെലക്ട് ചെയ്യുക എന്ന അതിപ്രധാനമായ കർമ്മം അതിന്റെ റിക്രൂട്ട്മെന്റ് ടെസ്റ്റുകളൊക്കെ ഏറ്റവും ആധുനികമാക്കി നമ്മുടെ കാലത്തിന് യോജിക്കുന്ന മട്ടിലാക്കി എല്ലാ കാലത്തും അത് പരിഷ്കരിച്ചുകൊണ്ടിരിക്കണം. എങ്കിലേ നമ്മുടെ ആ ആവശ്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും ബെസ്റ്റ് ആളുകളെ കണ്ടുപിടിക്കാൻ പറ്റൂ. പക്ഷെ ഇവിടെ എന്റെ തൊട്ടു മുമ്പ് സംസാരിച്ച സുഹൃത്ത് 60ലെ പരിപാടിയാണ് ഇപ്പോഴും നടക്കുന്നത്. അതൊക്കെ വെറുതെയുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൂടാതെ പറയുന്നതാണ്. എല്ലാ കാലത്തും PSCയുടെ പരീക്ഷാ സമ്പ്രദായങ്ങളിൽ, അതിന്റെ സിലബസിൽ, അതിന്റെ ചോദ്യപേപ്പർ സെറ്റ് ചെയ്യുന്നതിൽ, അതിന്റെ വാല്യുവേഷനിൽ എല്ലാം കഴിവിന്റെ പരമാവധി കൂടുതൽ പരിഷ്കരിച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു 10-15 കൊല്ലം മുമ്പ് മുതൽ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ OMR ടെസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഈ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഈ റിക്രൂട്ട്മെന്റിന്റെ ഡിലേ ഒഴിവാക്കാനും നിഷ്പക്ഷവും നീതിപൂർവമായിട്ട് പൂർണ്ണമായിട്ട് വാല്യുവേഷൻ നടക്കാനും ഒക്കെയുള്ള ഏറ്റവും ആധുനികമായ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയ PSC ആണ് കേരള PSC. എന്ന് ശ്രീ ഗംഗാധരകുറുപ്പ്, OMR ആക്കിയത് കൊണ്ടും കമ്പ്യൂട്ടറൈസ് ചെയ്തതുകൊണ്ടും കണ്ടന്റിൽ മാറ്റമുണ്ടാകുന്നുണ്ടോ?
അല്ലെ ഒരുപാട് മാറാനുണ്ട് ഇനിയും. അതായത് നമ്മളിപ്പോ സിലബസ് ഇപ്പൊ കേരളം, ഇന്ത്യ, പിന്നെ മെന്റൽ എബിലിറ്റി, റീസണിങ്, സിമ്പിൾ അരിത്മാറ്റിക്, മലയാളം, ഇതെല്ലാം ഈ എന്ന് പറഞ്ഞാൽ ഒരു 1.5-2 മണിക്കൂറിനകം ഒരു ആളെ പരമാവധി അയാളുടെ ഒരു പൊതു വിവരങ്ങളും അയാളുടെ ഒരു ബുദ്ധിശക്തിയും ഒരു മാനസികമായ ശേഷിയും ഒക്കെ അളക്കാൻ വിദഗ്ധന്മാരെ കൊണ്ട് തയ്യാറാക്കിക്കുന്ന സിലബസ് വെച്ചുള്ള പരീക്ഷകൾ. ഈ PSC മെമ്പർമാരോ PSC ഒന്നും അല്ല ഇതിന്റെ സിലബസും കാര്യങ്ങളും ഒക്കെ തീരുക. അപ്പൊ ഞാൻ പറഞ്ഞത് എന്ന് വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് കൂടുതൽ ശാസ്ത്രീയവും കൂടുതൽ ശരിയുമായ എന്ന് വെച്ചാൽ ബെസ്റ്റ് ആളുകളെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തു എന്ന് ഉറപ്പാകലാണ് നമുക്ക് വേണ്ടത്. ഇപ്പോഴതിലൊക്കെ ഒരുപാട് പരിമിതിയുണ്ട്. ഒരു തരം ഇപ്പൊ 10 ലക്ഷം പേര് അപേക്ഷിക്കുന്നതിൽ 1000 പേര് എടുത്താൽ ആ 1000 ആണ് ഏറ്റവും മിടുക്കർ. അതിൽ അതിനേക്കാൾ സമർത്ഥരില്ല. തള്ളപ്പെട്ടു പോയ 99,090 അതിനകത്ത് ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് കൂടുതൽ ശാസ്ത്രീയവും ശരിയുമാക്കി മാറ്റണം. കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കണം. അതിന് നല്ല എക്സ്പെർട്ടുകളുടേതായ ചെറിയൊരു സമിതിയോ മറ്റോ ഉണ്ടാക്കി മറ്റുള്ള പരീക്ഷാ സംവിധാനങ്ങൾ പഠിച്ചിട്ട് ഇപ്പൊ UPSC നടത്തുന്നുണ്ട്, നമ്മുടെ സർവീസ് സെലക്ഷൻ ബോർഡ് നടത്തുന്നുണ്ട്. അവരും ഒക്കെ ഏതാണ്ട് ഇതേ പാറ്റേൺ ആണ്. പക്ഷെ അവർക്ക് കുറെ കൂടെ സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഈ ടെസ്റ്റിനെ മാത്രം ആശ്രയിച്ചല്ല അവരൊന്ന് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഈ പരീക്ഷയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് ഈ ക്ലർക്കൽ പോസ്റ്റിലേക്കുള്ള ആളുകളെ എടുക്കുന്നത്. പിന്നെ പക്ഷെ ഉയർന്ന തസ്തികളിൽ നമ്മളൊരു ഇന്റർവ്യൂ കൂടെ വെക്കും. അത് മാത്രം പോരാ. UPSC ശ്രീ ഗംഗാധര, ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒന്നുകൂടി ചോദിക്കട്ടെ. ആളുകളെ, മത്സരാർത്ഥികളിൽ നിന്ന് ആളുകളെ ഒഴിവാക്കുക, അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. താങ്കൾ പറഞ്ഞതുപോലെ 1 മണിക്കൂർ കൊണ്ടോ 1.5 മണിക്കൂർ കൊണ്ടോ ഒരാളിന്റെ മുഴുവൻ കഴിവുകളും അളന്നെടുക്കുക, അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത തുടങ്ങിയ കാര്യങ്ങളൊന്നും അളക്കാൻ സാധ്യമാവാത്ത രീതിയിൽ ആണ് പരീക്ഷാ സമ്പ്രദായങ്ങൾക്ക് പൊതുവെ അത്തരം അപര്യാപ്തത ഉണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ് നമ്മൾ അളക്കേണ്ടത് എന്നതാണ്. ഓർമ്മശക്തിയാണോ, വെറും യാന്ത്രികമായ പരീക്ഷ എഴുത്താണോ ഇതിൽ വിജയിക്കാനുള്ള ഘടകം എന്നതാണ് ചോദ്യം. അല്ല, ആ പരീക്ഷ മാത്രമായിട്ടാകരുതെന്നാണ് എന്റെ ശക്തമായ അഭിപ്രായം. പരീക്ഷ അതിന്റെ ഒരു സ്റ്റേജാണ്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ 10 ലക്ഷത്തിനെ വിളിച്ച് ഇന്റർവ്യൂ നടത്താൻ ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു എലിമിനേഷൻ പ്രോസസ്സിൽ കൂടെ ഒരു ഏറ്റവും പറ്റിയ കുറെ ആളുകളെ എടുക്കുക. അവരെ കുറെ കൂടി ക്ലിഷ്ടമായ പരിശോധനകൾക്കും പിന്നെ പരീക്ഷകൾക്കും വിധേയമാക്കുക. അത് പിന്നെയും പരീക്ഷയല്ല, അവരുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇന്റർവ്യൂ തുടങ്ങി പേഴ്സണാലിറ്റിയെ അളക്കാനും അവരുടെ മെന്റൽ മേക്കപ്പ് അളക്കാനും ഒക്കെ ഉള്ള ആധുനിക സംവിധാനങ്ങളുണ്ട്. ഹലോ ശ്രീ ഗംഗാധര, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ സജിത് കുമാർ, ഇങ്ങനെ ഒബ്ജക്റ്റീവ് അല്ലാത്ത രീതികൾ അവലംബിക്കുമ്പോൾ അതിൽ ക്രമക്കേടുകൾ ആരോപിക്കപ്പെടുക സ്വാഭാവികമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ OMR പോലുള്ള സംവിധാനങ്ങളിൽ അത് വസ്തുനിഷ്ഠമായിരിക്കും, വസ്തുതാപരമായിരിക്കും. അതിലപ്പുറത്തേക്ക് ഈ രീതിയിൽ ഇന്റർവ്യൂ, അതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവിടെ സബ്ജക്ടിവിറ്റി കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത്? എനിക്ക് ബഹുമാനപ്പെട്ട അംഗത്തോട് മറ്റൊരു കാര്യം പറയാനുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ PSCൻ്റെ പരിഷ്കാരങ്ങൾ നടന്നു എന്ന് പറഞ്ഞു. ഞാൻ ഒരു 6 വർഷമായി റാങ്ക് ലിസ്റ്റിലുള്ള ഒരാളാണ്. കാരണം വെച്ചാൽ എൻ്റെ HSST പ്രോസസ്സ് തുടങ്ങി 2010 തുടങ്ങി 2014 ഇത് പൂർത്തീകരിച്ചത്. കമ്പ്യൂട്ടറൈസേഷൻ വന്നു, എല്ലാ കാര്യങ്ങളും വന്നു. അപ്പം ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് പോലെ അറിവിൻ്റെ ചെറിയ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസം മാത്രമല്ലാതെ പരീക്ഷാ സമ്പ്രദായത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാവണം. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഇൻ്റർവ്യൂ പോലും നടത്താതെ ഒരു റൂമിലേക്ക് ആളുകളെ കയറ്റി പിന്നെ ക്യാമറയുടെ അടിസ്ഥാനത്തിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും മറ്റും പരിശോധിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ ഇപ്പോഴും നമ്മൾ പിന്തുടരുന്ന പരീക്ഷാ രീതി എന്ന് പറയുന്നത് കാലഹരണപ്പെട്ടതാണ്. അതുമാത്രമല്ല, നമ്മുടെ സമഗ്രമായ വിദ്യാഭ്യാസ മാറ്റം, DPP മുതലുള്ള സമഗ്രമായ വിദ്യാഭ്യാസ മാറ്റം കഴിഞ്ഞിട്ടും അവർ എഴുതേണ്ടി വരുന്ന പരീക്ഷ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള പരീക്ഷയാണ്. നിങ്ങൾ ചോദിച്ചതുപോലെ ഇപ്പം ഒബ്ജക്റ്റീവ് ടൈപ്പ് മാതൃകയിലുള്ള പരീക്ഷ കൊണ്ട് മാത്രം ഒരാളെ അളക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഗൈഡ് കമ്പനികൾക്ക് വേണ്ടി വർഷാവർഷം പരീക്ഷ നടത്തുന്ന ഒരു സ്ഥാപനമായിട്ട് PSC കുറഞ്ഞ കാലം കൊണ്ട് മാറിപ്പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആളുകളെ സമഗ്രമായി വിലയിരുത്താനും
ആളുകളെ നിരീക്ഷിക്കാനും ജോലിയിൽ കയറിയതിനു ശേഷം ഇവരെ പിരിച്ചുവിടും എന്നുള്ള ഒരു ബോധ്യത്തിലും ആളുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായി ഇവരെ പരീക്ഷിക്കാനും ഇവർക്ക് സേവന തൽപരത ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കും. ഇങ്ങനെയുള്ള ഒരു പരീക്ഷാ സമ്പ്രദായമാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അത് സമഗ്രമായിരിക്കണം. യെസ്, ശ്രീ സജിത് കുമാർ, ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. ശ്രീ ഗംഗാധരകുറുപ്പ്, താങ്കൾ ഇടവേളയ്ക്ക് ശേഷം കൊല്ലം സ്റ്റുഡിയോയിൽ നേരിട്ട് തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഇടവേള. സജിത് കുമാർ, എം ഗംഗാധരകുറുപ്പ് എന്നിവർ ഈ ചർച്ചയിൽ ചേരുന്നു. ശ്രീ സജിത് കുമാർ, അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രീതി മാറി. ആ വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് വാർത്തെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് ഇനി PSC പരീക്ഷ എഴുതാൻ പോകുന്നത്, അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിലും ജോലിയുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ഈ മാറ്റത്തിനൊക്കെ അനുസൃതമായല്ല നിലവിലെ പരീക്ഷാ രീതി. ശ്രീ ഗംഗാധരകുറുപ്പ് പറഞ്ഞു മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം വാദിക്കുകയും ചെയ്യുന്നു. എവിടെ ഒത്തുപോകുന്നു? തീർച്ചയായും ഇതൊരിക്കലും ഒത്തുപോകാത്ത കാര്യമാണ്. അദ്ദേഹം പറയുന്നത് സാങ്കേതികമായി ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാങ്കേതികമായ മാറ്റങ്ങളല്ല വേണ്ടത്. ഒരു മനുഷ്യനെ ആക്കി അവനെ ഒരു നല്ല സർവീസ് മാനാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു സംവിധാനമാണ് നമുക്കിന്ന് ആവശ്യമുള്ളത്. ഇപ്പം ഞാൻ പറയുന്നത് മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെയുള്ള സമ്പ്രദായം നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. ഇത്ര കാലതാമസം, ഒരു ഹയർ സെക്കൻഡറി അധ്യാപക പരീക്ഷ നടത്തിയിട്ട് 6 വർഷം കാലതാമസം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? ഈ കമ്പ്യൂട്ടർ പരിഷ്കരണവും എല്ലാ പരിഷ്കരണവും നടത്തിയിട്ട് 6 വർഷം എന്നിട്ടും ജോലി കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വളരെ നാമമാത്രമായ നിയമനം നടത്തിയിട്ടാണ് ഇപ്പോൾ ഞങ്ങളോട് പറയുന്നത് ഇനിയിപ്പം മൂന്നാമത്തെ ഒരു 5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലിസ്റ്റ് കട്ടാവുകയാണ്. ഏകദേശം 6000-ഓളം 7000-ഓളം പേര് ആ ലിസ്റ്റിനകത്തുണ്ട്. ഈ സമ്പ്രദായങ്ങളൊക്കെ മാറണം. കാരണം ഒരു പരീക്ഷ നടത്തിയിട്ട് അതിലുള്ള ഒരു 50% 70% ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഈ പരീക്ഷ കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? ഇതൊരു പ്രഹസന പരീക്ഷയല്ലേ? ഏറ്റവും നല്ലത് തമിഴ്നാട് മാതൃകയിൽ പിന്നെ ഉയർന്ന തസ്തികകളിലേക്കുള്ള പരീക്ഷകളിൽ പിന്നെ പിന്നിലായി പോകുന്ന ആളുകളെ അടുത്ത പരീക്ഷയിൽ അവർ ആദ്യത്തെ റാങ്കിലേക്ക് പരിഗണിച്ചുകൊണ്ട് നിയമനം നടത്തുന്ന ഒരു രീതി ഇവിടെയും പിന്തുടരാവുന്നതാണ്. അതുപോലെ തന്നെ മലയാള ഭാഷയെ പറ്റി പറഞ്ഞു. എത്ര തിടുക്കത്തിലാണ് സർവകലാശാല അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷ നടത്തിയത്? എന്തിനായിരുന്നു ഈ തിടുക്കപ്പെട്ട് മലയാള ഭാഷയെ ഒഴിവാക്കാൻ വേണ്ടി പരീക്ഷ നടത്തിയത്? ആ PSCയിലെ അംഗങ്ങൾ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കുമായിരുന്നില്ലേ മലയാളം ഉൾപ്പെടുത്താൻ? എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത്ര ധൃതിപ്പെട്ട് ഈ ലിസ്റ്റ് കൊണ്ടുവന്നത്? അപ്പം എനിക്ക് തോന്നുന്നത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം നമുക്ക് രാഷ്ട്രീയക്കാരുടെ പ്രസ്താവനയായിട്ട് മാത്രം ഇതിനെ കാണാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയുള്ള നിയമനങ്ങളെല്ലാം തന്നെ PSCയിലുള്ള ഉൾപ്പെടെയുള്ള നിയമനങ്ങളെല്ലാം രാഷ്ട്രീയ നിയമനങ്ങളാണ്. അപ്പം ഇതിനകത്ത് യഥാർത്ഥത്തിൽ വേണ്ടത് സമഗ്രമായ ഒരു അഴിച്ചുപണി ഇതിനകത്ത് ആവശ്യമുണ്ട്. യെസ്, അപ്പോൾ സിലബസിൽ മാത്രമല്ല ശ്രീ ഗംഗാധരകുറുപ്പ്, മൊത്തത്തിൽ PSCയിൽ അഴിച്ചുപണി ഉണ്ടാവണം, പരീക്ഷാ രീതികളിൽ മാറ്റം വരുത്തണം. അതോടൊപ്പം തന്നെ ഈ റാങ്ക് ഹോൾഡേഴ്സ് പലപ്പോഴും ഉന്നയിക്കുന്നത് പോലെ നിലവിലുള്ള റാങ്ക് പട്ടികയിൽ പിന്നിൽ വരുന്ന ആളുകളെ പിന്നീട് തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ എത്രമാത്രം സ്വീകാര്യമാണ്? മറ്റ് സംസ്ഥാനങ്ങളിലെ അനുഭവങ്ങൾ, മറ്റ് രാജ്യങ്ങളിലെ അനുഭവങ്ങൾ, ഇതൊക്കെ എത്രമാത്രം നമ്മൾ പഠന വിധേയമാക്കിയിട്ടുണ്ട്? അല്ല, അത് ഈ റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രശ്നം അത് വേറെയാണ്. അത് വേണമെങ്കിൽ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഈ റാങ്ക് ലിസ്റ്റിന്റെ അവസാനം വരുന്നവർക്ക് ജോലി കിട്ടുന്നില്ല. ഒരുപാട് കുട്ടികൾ അവരുടെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷയുമായിട്ട് ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് പകുതി താഴെ ആളുകൾക്ക് മാത്രമേ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ജോലി കിട്ടുന്നുള്ളൂ. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അനാവശ്യമായിട്ട് ഈ റാങ്ക് ലിസ്റ്റിനകത്ത് ആളെ ഉൾക്കൊള്ളിക്കുക ലോകത്ത് വേറൊരിടത്ത് ചെയ്യുന്ന കാര്യമല്ല. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലോ UPSCയോ ആരും ചെയ്യുന്നതല്ല. 10 വേക്കൻസിക്ക് 500 പേരുടെ ലിസ്റ്റ് ഇടുക എന്ന് പറയുന്ന അശാസ്ത്രീയവും മര്യാദയില്ലാത്തതുമായ ഒരു അതാരാണ് ചെയ്യുന്നത്? ശ്രീ ഗംഗാധരകുറുപ്പ്, അതാരാണ് ചെയ്യുന്നത്? അതൊരു ശരിയാ. ഞാൻ PSC ചെയർമാൻ ആയിരുന്ന ആളാ. എന്നെ കൊണ്ടാവുന്ന മട്ടിൽ ഞാൻ ഈ റാങ്ക് ലിസ്റ്റുകളുടെ ലെങ്ത് കുറയ്ക്കുന്നതിന് വേണ്ടി ചില കാരണങ്ങൾ നടന്നില്ല. പക്ഷെ അതിൽ എത്തണം അടിയന്തരമായി. നമുക്ക് റിപ്പോർട്ടഡ് വേക്കൻസി എത്ര ഉണ്ടോ? എന്താണ് തടസ്സം? അതിന്റെ തടസ്സം എന്താന്ന് വെച്ചാല്, ഒന്ന് നമുക്ക് ഈ കൂടെ പെട്ടെന്ന് റിപ്പീറ്റഡ് ആയിട്ട് സെലക്ഷൻ നടത്താനുള്ള സൗകര്യങ്ങളില്ല. അന്നേരം ഒരു വലിയ ലിസ്റ്റം കിട്ടാൻ പിന്നെ 3-4 കൊല്ലത്തേക്ക് അതും കൊണ്ട് കഴിഞ്ഞുകൂടാതെന്നുള്ള വളരെ അശാസ്ത്രീയവും തെറ്റുമായ ഒരു നടപടിക്രമം. അത് ശരിയാണ്. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഒരിക്കലും ചെയ്തുകൂടാത്തൊരു പാതകമാണത്. അതായത് 100 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ PSC പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് ലിസ്റ്റിനകത്ത് ഒരു 120-125 പേര് എന്ന് വെച്ചാൽ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നവർക്കെല്ലാം ജോലി കിട്ടും എന്ന് ഉറപ്പാക്കണം. അങ്ങനെയാണ് മറ്റെല്ലാ സ്ഥലത്തും. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്,
you have no right to ശ്രീ ഗംഗാധരകുറുപ്പ്, താങ്കൾ സ്ഥാനമൊഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം താങ്കൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പുനഃപരിശോധന വേണമെന്ന് ആവശ്യപ്പെടുന്നു. താങ്കൾ ചെയർമാനായി ഇരുന്ന സമയത്ത് ഇത്തരം ശ്രമങ്ങൾ നടത്തിയെന്നും പറയുന്നു. ആരാണ് തടസ്സം? ഇനി ഇപ്പോഴത്തെ ചെയർമാൻ ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താൻ ഇനിയും ഒരു 10 വർഷം കഴിയുമോ? അല്ലത് പറഞ്ഞ് മനസ്സിലായില്ലയോ? തടസ്സം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ പി എസ് സിയുടെ സംവിധാനം വളരെ വളരെ വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. 1650 ഉദ്യോഗസ്ഥന്മാരാണ് കേരള പി എസ് സിയിലുള്ളത്. നമ്മൾ നടത്തുന്നത് ഒരു 250 പരീക്ഷ ഒരു കൊല്ലം നടത്തുകയാണ്. 250 പരീക്ഷ എന്ന് പറഞ്ഞാൽ എത്രയോ വിപുലം. UPSC നടത്തുന്നത് 18ഓ 20ഓ പരീക്ഷയാണ്. അതിൻ്റെ സ്ഥാനത്ത് 240 പരീക്ഷ പെർ ഇയർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും 94 ലക്ഷമോ 95 ലക്ഷം അപേക്ഷകൾ പെൻഡിങ്ങാണ്. ഓരോ വർഷവും 30,000-ഓളം ആളുകളെ സർവീസിലേക്ക് സെലക്ട് ചെയ്ത് അപ്പോയിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. ഇന്ത്യയിലെ മറ്റെല്ലാ പി എസ് സികളിലൂടെ ചെയ്യുന്ന അത്രയും ജോലി കേരള പി എസ് സിക്കുണ്ട്. ഇന്ന് തന്നെ ഒരു പത്രത്തിൽ യൂണിയന്റെ ഒരു നേതാവിന്റെ ലേഖനമായി വന്ന കാര്യങ്ങളിൽ കണ്ടു. ആളുകളുടെ എണ്ണത്തിലുള്ള ജീവനക്കാരുടെ എണ്ണത്തിലുള്ള കുറവ്, അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ സംവിധാനത്തിലുള്ള അപര്യാപ്തതകൾ, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലാണ് എന്ന വസ്തുതയും. അതൊക്കെയാണോ തടസ്സമാവുന്നത്? അതെ, അതുകൊണ്ട് എൻ്റെ വളരെ വളരെ ശാന്തമായി ഞാൻ പറയുക, നമ്മുടെ സിവിൽ സർവീസിൻ്റെ കാര്യക്ഷമത വർദ്ധിക്കണമെങ്കിൽ പി എസ് സിയുടെ റിക്രൂട്ട്മെൻറ്റ് സംവിധാനങ്ങൾ ഏറ്റവും ശാസ്ത്രീയമാകണം. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നമ്മുടെ സിവിൽ സർവീസിൻ്റെ ഇന്നത്തെ ശോചനീയമായ അവസ്ഥ, കാര്യക്ഷമതയില്ലായ്മ, ജോലി ചെയ്യാതിരിക്കൽ, അഴിമതിയുടെ കൂത്തരങ്ങായി മാറുക, ഇത് അടിയന്തരമായി മാറ്റിയെടുത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായൊരു സിവിൽ സർവീസിനെ ഉണ്ടാക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും പരിശ്രമിക്കുകയാണ്. അത് വിജയകരമാകണമെങ്കിൽ അത് സിവിൽ സർവീസിൽ നല്ല അച്ചടക്കവും നല്ല ജോലി ചെയ്യാത്തവർക്ക് അതിൻ്റെതൊക്കെ വേണം. ഞാൻ പറഞ്ഞത് റിക്രൂട്ട്മെൻറ്റ് കൂടി വളരെ ശാസ്ത്രീയമായാൽ നമ്മുടെ എഫിഷ്യൻസി വർദ്ധിക്കും. അതുമാത്രം പോരാ, ഈ സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു 6 മാസമെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു ഇൻഡക്ഷൻ ട്രെയിനിങ് കൊടുക്കണം. ഞാൻ ചെയർമാനായിരുന്ന കാലത്ത് കമ്മീഷൻ്റെ റെക്കമെൻഡേഷനായിട്ട് ഗവൺമെൻറ്റിന് കൊടുത്താണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരാൾ ലിസ്റ്റിൽ വന്നു, സെലക്ട് ചെയ്തങ്ങ് വിട്ടാൽ പിറ്റേന്ന് പോയി ജോലി സ്ഥലത്തങ്ങ് ഇരുന്നോ എന്ന് പറഞ്ഞാൽ അയാൾക്കൊന്നും അറിയത്തില്ല. ഇപ്പോൾ IAS സെലക്ട് ചെയ്യുന്നവരെ ഒരു കൊല്ലത്തെ വളരെ ഇൻറ്റൻസീവായൊരു ട്രെയിനിങ്ങിന് ശേഷമേ അവരെ പ്രൊബേഷണറി ആയിട്ട് പോലും പോസ്റ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സിവിൽ സർവീസിൻ്റെ എഫിഷ്യൻസി വർദ്ധിക്കണമെങ്കിൽ നമ്മുടെ പി എസ് സിയുടെ റിക്രൂട്ട്മെൻറ്റ് സംവിധാനങ്ങൾ മോസ്റ്റ് സയൻറ്റിഫിക് ആക്കണം. അതിന് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഏജൻസിയായി പി എസ് സിയെ മാറ്റണം. അതിന് എത്ര കോടി രൂപ ചെലവ് വന്നാലും അത് ഈ നാടിൻ്റെ ഒരു പൊതു പ്രശ്നമാണെന്ന് കണ്ടുകൊണ്ട് വളരെ പെട്ടെന്ന് ഞാൻ തിരിച്ചെത്താം. ശ്രീ സജിത് കുമാർ ഒരു ഇടവേളയ്ക്ക് ശേഷം ദി ഫോക്കസ് വരുന്നു. ശ്രീ ഗംഗാധരകുറുപ്പ്, ശ്രീ സജിത് കുമാർ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ശ്രീ ഗംഗാധരകുറുപ്പ്, സിലബസിനെ കുറിച്ചാണല്ലോ, പരീക്ഷയെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഗൈഡും കോച്ചിങ് സെൻറ്ററും ഇല്ലാതെ ഒരു പരീക്ഷാ രീതി, അത് എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം? ഗൈഡിലെ ചോദ്യങ്ങൾ അതേപോലെ ആവർത്തിച്ച ചരിത്രവും സംഭവങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇനി എങ്ങനെയാണ് ശാസ്ത്രീയമായി ഇത് പരിഷ്കരിക്കേണ്ടത്? ആരാണ് മുൻകൈ എടുക്കേണ്ടത്? എനിക്ക് ഞാൻ വെറുതെ ഒരു തർക്കത്തിനില്ല. ഇവിടെ ഗൈഡ് പരീക്ഷ എന്നൊക്കെ പറയുന്നത് ഈ ജയിക്കുന്ന കുട്ടികൾ ഗംഭീര പരീക്ഷയാണെന്ന് പറയും, തോക്കുന്നവർ വളരെ മോശം പരീക്ഷയാണെന്ന് പറയും. അതൊന്നും അല്ല ഇവിടെ പ്രശ്നം. ഇപ്പോൾ IAS ഒരുപാട് ഗൈഡുകൾ ഇറങ്ങിയിട്ടില്ലയോ നമ്മുടെ നാട്ടിൽ? ഒരുപാട് ട്രെയിനിങ് കോച്ചിങ് സെൻറ്ററുകളില്ലയോ IAS? ആ IAS IPS ആൾ ഇന്ത്യ സർവീസുകളിൽ UPSC നടത്തുന്ന പരീക്ഷകൾ, ആ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് വലിയ സെൻറ്ററുകളും ഒരുപാട് പുസ്തകങ്ങളും ഈ നാട്ടിലിറങ്ങുന്നു. പഠിക്കണമല്ലോ, പഠിക്കണേ പുസ്തകം വേണമല്ലോ. അതൊന്നും അല്ല ഇവിടെ പ്രശ്നം. യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് തെന്നി മാറിക്കൊണ്ട് വെറുതെ വൈകാരികമായ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നെന്ന് വിചാരിച്ചൊരു പ്രയോജനമില്ല. ഞാൻ വേണമെങ്കിൽ ഒന്ന് അടുക്കി പറയാം. ഒന്ന്, ഈ പരീക്ഷാ സമ്പ്രദായത്തിൽ സിലബസിൻ്റെ കാര്യത്തിൽ, ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ, വാല്യുവേഷൻ്റെ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി ശാസ്ത്രീയത കൊണ്ടുവരാനുള്ള എല്ലാ നടപടികളും എടുക്കണം. അതിന് ഞാൻ പറഞ്ഞു, 2-3 പേരുള്ള ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ വെച്ച് PSC അത് ഇന്നത്തെ സാഹചര്യത്തിൽ പരിഷ്കരിക്കാൻ എന്തൊക്കെ വേണമെന്നോ അടിയന്തരമായിട്ട് ഒരു പരിശ്രമം നടത്തണം. അത് പക്ഷേ
ഒരു കാര്യമേ ആവുന്നുള്ളൂ. രണ്ടാമത്, ആ ടെസ്റ്റിൽ നിന്ന് ജയിച്ചു വരുന്ന ആളുകളെ എടുത്ത് അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ സോഷ്യൽ ഔട്ട്ലുക്ക്, അവരുടെ ബേസിക് ഇൻ്റലിജൻസ് അതൊക്കെ നേരിട്ട് ബോധ്യപ്പെടാൻ പറ്റിയ ഗ്രൂപ്പ് ഡിസ്കഷനുകളും നല്ല ഇഫക്റ്റീവായ ഇൻ്റർവ്യൂകളും പേഴ്സണാലിറ്റി ടെസ്റ്റുകളും വേണ്ടി വന്ന സൈക്കോളജിക്കൽ ടെസ്റ്റുകളും ഒക്കെ നടത്തി എടുക്കണം. ഇതെല്ലാം ചെയ്യാൻ ഇന്നത്തെ കേരള PSC യാതൊരു മാർഗവുമില്ല. അവർക്ക് ഈ ടെസ്റ്റൊന്ന് നടത്തി അത്യാവശ്യം കേസുകളിൽ ഇൻ്റർവ്യൂ നടത്തി ഒരു റാങ്ക് ലിസ്റ്റ് ഇടാൻ പോലുമുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇല്ല. അതായത് മുമ്പേ ഞാൻ പറഞ്ഞല്ലോ 240 പരീക്ഷ നടത്തുകയാണ്. അതിന് ചെയ്യേണ്ടത് എന്താണ്? PSCയെ അത് എത്ര വിപുലീകരിക്കണോ അത്രയും വിപുലീകരിച്ച് അതിനെ കൂടുതൽ ശാസ്ത്രീയവും ഇഫക്റ്റീവ് ആക്കി മാറ്റണം. ഞാൻ ഒന്ന് ഇടപെടുന്നു. ശ്രീ സജിത് കുമാർ, മനസ്സിലായല്ലോ, വൈകാരികമായ പ്രതികരണങ്ങൾക്കപ്പുറം പ്രായോഗികമായ ചില കാര്യങ്ങൾ അവിടെ ഉണ്ട്, അതാണ് ചർച്ച ചെയ്യേണ്ടതും. ശരിയാണ് അദ്ദേഹം പറഞ്ഞ. എനിക്ക് ഒറ്റ കാര്യം അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്. 240ഓളം പരീക്ഷകൾ ഒരു വർഷം നടത്തുന്നു. 240 പരീക്ഷകൾ നടത്തിയിട്ട് റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ട് 20% ആളുകളെ നിയമിക്കുന്നതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത്? ഒന്ന്. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞു IASൻ്റെയും മറ്റ് കോച്ചിങ് സെൻറ്ററുകളുണ്ട്. ഇത്തരം IAS കോച്ചിങ് സെൻറ്ററുകളിൽ പോയിട്ട് IASകാരായി വരുന്ന ആളുകളെ കൊണ്ട് നമ്മുടെ നാടിന് എന്ത് ഗുണം ഉണ്ടാവുന്നു? അത് നമ്മൾ ചോദ്യം ശരിക്കും നമ്മൾ ചോദിക്കേണ്ട ചോദ്യമല്ലേ? നമ്മുടെ നാടിന് ഗുണമുണ്ടാവുന്ന രീതിയിൽ ആളുകളെ സർവീസിലേക്ക് കൊണ്ടുവരാനുള്ള പരീക്ഷകളാണ് നമുക്ക് വേണ്ടത്. അപ്പം അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള അവസരം കൂടി കൊടുക്കണം. നമുക്ക് 1 മിനിറ്റേ ബാക്കിയുള്ളൂ. ശ്രീ സജിത് കുമാർ. അതെ അല്ല ഞാൻ പറഞ്ഞ ഇപ്പോഴേ പറയട്ടോ? പറഞ്ഞോളൂ. ആ സുഹൃത്ത് പറഞ്ഞ വളരെ ശരിയാണ്. അതായത് IASൻ്റെയും IPSൻ്റെയും ആൾ ഇന്ത്യ സർവീസിൻ്റെയും ബാങ്കുകളുടെ ടെസ്റ്റിലേക്കും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും PSCകളും എല്ലാം നടത്തുന്ന ടെസ്റ്റുകൾ മോശമെന്നാണ് പുള്ളി പറഞ്ഞത്. അതൊക്കെ ശരിയായിരിക്കും. അതിലൊക്കെ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. അതിലൊന്നും ഒരു തർക്കമില്ല. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഈ കേരളത്തിലെ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഓരോ കൊല്ലവും ഓരോ തസ്തികയ്ക്കും ലിസ്റ്റുകൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ വന്നാൽ ഈ പ്രധാന പ്രശ്നം പരിഹരിക്കപ്പെടും. റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർക്ക് ജോലി കിട്ടാതെ വരുന്ന അവസ്ഥ അടിയന്തരമായിട്ട് ഇവിടെ അവസാനിപ്പിക്കണം. അത് അവസാനിപ്പിക്കണമെങ്കിൽ എല്ലാ പോസ്റ്റുകൾക്കും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോസ്റ്റുകൾക്കെങ്കിലും പ്രതിവർഷം സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കണം. അങ്ങനെ വന്നാൽ പിന്നെ 10 ഇരട്ടി ആളെ ലിസ്റ്റിൽ ചേർക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് 150 വേക്കൻസി ഉണ്ടെങ്കിൽ ഒരു 10ഓ 20ഓ പേരെ കൂടെ ചേർത്ത് ആ ലിസ്റ്റിൽ വന്ന മുഴുവൻ ആളുകൾക്ക് ഉറപ്പായിട്ട് ജോലി കിട്ടുമെന്നുള്ള അവസ്ഥ ഇവിടെ കൊണ്ടുവരണം. രണ്ടാമത്തെ കാര്യം, ഈ റാങ്ക് ലിസ്റ്റിന് 1 കൊല്ലമാണ് കാലാവധി നമ്മുടെ നിയമത്തിൽ. പക്ഷേ വേറൊരു ലിസ്റ്റ് വന്നില്ലെങ്കിൽ 3 കൊല്ലം വരെ വേണമെങ്കിൽ നീട്ടാവുന്നേ ഉള്ളൂ. ശ്രീ ഗംഗാധര, ഞാൻ സമയപരിമിതി കൊണ്ട് മാത്രം ഇടപെടുന്നു. വളരെ നന്ദി ശ്രീ ഗംഗാധര കുറുപ്പ്. ശ്രീ സജിത് കുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഡീപ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഇനി ഷോമോളിൽ സൈഫുന്നീസ ചേരും.